സുമിത്ര വല്ലാതെ ദേഷ്യത്തിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സുമിത്രയുടെ മരുമകൾ അവിടേക്ക് വന്നു. എന്താ ചേച്ചി മുഖം വല്ലാതെ ഇരിക്കുന്നേ? പുതിയ മരുമകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിപ്പിച്ചേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ പെണ്ണ് ശരിയല്ലാന്ന്. നിങ്ങളല്ലേ നിർബന്ധിച്ച് അവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ മോനെ കൊണ്ട്. രാഗിണി എനിക്കിഷ്ടമല്ല, പക്ഷെ രാഗിണിനെ നിന്റെ ചേട്ടൻ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ രോഹിത്തിന്റെ രാഗിണിയുടെയും കല്യാണം കഴിഞ്ഞത്. അല്ലെങ്കിൽ കറുത്ത ഈ പെങ്കൊച്ചിനെ ഞാനൊന്നും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പോരാത്തതിന് സ്ത്രീധനായിട്ടൊന്നും കിട്ടിയുമില്ല. കിട്ടിയത് ഈ കറുത്ത പെണ്ണിനെ. കാണാൻ ഭംഗിയുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും പറയാമായിരുന്നു ആളുകളോട്. വെളുത്ത പെൺകുട്ടീനെ കെട്ടിയിരുന്നെന്ന്. ഇതിപ്പോ കറുത്ത പെണ്ണിനെ കെട്ടിയെന്ന് പറയേണ്ടി വരും. ഇതിപ്പോ നിങ്ങളുടെ തലയിൽ വിധിച്ചതെന്ന് വിചാരിച്ചാൽ മതി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞ് സുമതിയുടെ അനുജത്തി അവിടെ നിന്ന് പോയി. സുമിത്രയ്ക്ക് സ്ത്രീധനം കിട്ടിയതു മാത്രമല്ല, കറുപ്പും വെളുപ്പിന്റെ വേർതിരിവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം, മോളെ, ഓ മോളെ. എന്താ അമ്മേ? ഇതേവരെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? അമ്മ ഭക്ഷണമൊക്കെ നേരത്തെ റെഡിയായി. അമ്മ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഓ എനിക്ക് വേണ്ട നിന്റെ ഭക്ഷണമൊന്നും. അത് വേണമെങ്കിൽ വല്ല വേസ്റ്റിലും കൊണ്ട കളയ്. ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനല്ലേ. അവളുടെ അമ്മയുടെ സംസാരം കേട്ടിട്ട് രാഗിണിക്ക് വല്ലാതെ വിഷമം തോന്നി. അങ്ങനെ സമയം കടന്നുപോയി. അങ്ങനെ പോയ സമയത്ത് അവൾ പ്രഗ്നന്റുമായി. ഇതെല്ലാം അറിഞ്ഞു വന്ന സുമിത്ര വളരെ ക്രോധിയായി രാഗിണിയോട് ഈ രീതിയിൽ സംസാരിച്ചു. നോക്ക് രാഗിണി, സ്ത്രീധനമായിട്ട് നിന്റെ അച്ഛനൊന്നും തന്നില്ല. പിന്നെന്ത് പറയാനാ? അവന്റെ തലയിൽ എന്ത് കൂടോത്രം ചെയ്തിട്ടാണോ നിന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്? നിന്നെ കാണാനോ ഭംഗിയില്ല, സ്ത്രീധനോ കിട്ടിയില്ല. ഇപ്പൊ നിന്റെ വയറ്റിലും ഉണ്ട്. എനിക്ക് നല്ലൊരു കുഞ്ഞിനെത്താ. പിന്നെ നിനക്കെല്ലാം അറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഇത്രയും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് പോയി. രാഗിണിയുടെ വയറ്റിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയൂ. പക്ഷെ ഈ ചിന്തയിലായിരുന്നു അവൾ. ഇനി എനിക്ക് പെൺകുട്ടിയാണെങ്കിലോ? എന്റെ അമ്മായും എന്ത് കഷ്ടപ്പാടാണോ എനിക്ക് തരിക? സമയം കഴിഞ്ഞുപോയി. രാഗിണി എന്താണോ ഭയപ്പെട്ടത് അത് തന്നെ കാലം കഴിഞ്ഞപ്പോൾ നടന്നു. രാഗിണി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. ഇതെല്ലാം അറിഞ്ഞുവന്ന സുമിത്ര അവിടെ വന്നു നിന്നിട്ട് ഡ്രാമ കളിക്കാൻ തുടങ്ങി. ഹോ, ഒന്ന് കുറവായിരുന്നു. ഇപ്പൊ നീ ഇതിനെ പെറ്റുകിട്ട് അതിന്റെ ഭാരം കൂടി കൂട്ടി. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? പോരാത്തതിന് നീ ഒരു കറുത്ത പെണ്ണും കൂട്ടത്തിൽ സ്ത്രീധനവും ഇല്ല. നീ ഒട്ടും കൊണ്ടുവന്നതും ഇല്ല. ഇനി ഈ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ നേരത്തും കൊടുക്കണം. എന്റെ ദൈവമേ, എന്റെ തലയിലെഴുത്ത് എന്താണോ എന്തോ. സുമിത്ര ഇതു പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. രാഗിണി ഇത് കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ തന്റെ മകളെ നോക്കിയിരുന്നു. അങ്ങനെ സമയവും കഴിഞ്ഞുപോയി. അതേപോലെ 6 വർഷം അങ്ങേ കഴിഞ്ഞു. നെയ്യും നിന്റെ മോളും മുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്? ഇത്രയും വിലപിടിപ്പുള്ള ഈ ഗ്ലാസ്സാണോ നിങ്ങളെല്ലാവരും പൊട്ടിച്ചത്? അല്ല അമ്മേ, എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഇവള് ചെറിയ കുട്ടിയല്ലേ അമ്മേ? ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പറയണ്ടേ? നിന്റെ മോൾ എന്നിവിടെ ജനിച്ചോ അന്ന് മുതൽ എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഇനി മുതൽ ഈ കൊച്ചി ഇവിടെ വേണ്ട. എനിക്കതാ വേണ്ടത്. ഇത്രയും പറഞ്ഞ് സുമിത്ര രാഗിണിയുടെ മകൾ കവിതയുടെ കൈ പിടിച്ചു. അവളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ നോക്കി. രാഗിണി അതിനെ തടയാൻ ശ്രമിച്ചു. അമ്മേ, ഇവളമ്മയുടെ കൊച്ചുമോളും ഞാൻ മരുമകളുമല്ലേ? ഇവളെന്റെ കൊച്ചുമകളല്ല. ഇനിയിപ്പൊ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇത്രയും പറഞ്ഞ് രാഗിണി സുമിത്രയെയും കുട്ടി കവിതയെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. രാഗിണി പാവം. അവളുടെ കുട്ടി കവിതയ്ക്ക് 6 വയസ്സേ ഉള്ളൂ. ആ 2 പേരും കൂടി ആ റോട്ടിൽ അവിടെ ഇവിടെയായിട്ട് അലയാൻ തുടങ്ങി. അവക്കറിയില്ല ഈ 6 വയസ്സുള്ള കുട്ടിയെ എങ്ങനെ അവക്ക് നോക്കാൻ കഴിയുമെന്ന്. രാഗിണി വിചാരിച്ചു, കവിതയ്ക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ലെന്ന്. അതുകൊണ്ട് ദൂരെയുള്ള ഒരു കാട്ടിൽ ഒരു ചെറിയൊരു കുടിലുണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം മുതൽ അവൾ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ആരും അവൾക്ക് ജോലി നൽകാൻ തയ്യാറായില്ല. അങ്ങനെ അവൾ സേഠിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. സേഠ്ജി, എനിക്ക് ജോലി വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ തന്ന് എന്നെ സഹായിക്കണേ. ഞാൻ അടിച്ചുവാരും പാത്രം കഴുകും ഒക്കെ ചെയ്തോളാം. ഇല്ല, നിനക്ക് പറ്റിയ ജോലിയൊന്നും ഇവിടെ ഇല്ല. പോവിടുന്ന്. അപ്പോൾ അവിടേക്ക് വന്ന സേഠ്ജിയുടെ ഭാര്യ സേഠിനോട് പറഞ്ഞു, നോക്കു ചേട്ടാ, ഞാൻ പ്രഗ്നന്റ് കൂടിയാണ്. എന്നെ നോക്കാൻ എനിക്ക് ഒരു വേലക്കാരിയുടെ സഹായം വേണം. സേഠ്ജി കുറച്ചുനേരം ആലോചിച്ചിട്ട് രാഗിണിയോട് പറഞ്ഞു, നോക്കൂ രാഗിണി, ഇവിടെ വീടെല്ലാം അടിച്ചു വരാനും വൃത്തിയാക്കാനും ഇവിടെ വേറെ ആളുണ്ട്. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും എൻ്റെ ഭാര്യനെ നോക്കുന്നതിനും ഇവിടെ ആളില്ല. കാര്യം ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പലപ്പോഴും പുറത്തായിരിക്കും. അതുകൊണ്ട് ഒരു 9-10 മണി വരെ എനിക്ക് ഭാര്യയുടെ കൂടെ ഇരിക്കേണ്ടത് വരും. അതോ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇത്രയും ദീർഘമായ സമയം കേട്ട് രാഗിണി കുറച്ച് ആലോചിച്ചു. പക്ഷെ അവൾ ജോലിക്ക് വേണ്ടി സമ്മതിച്ചു. അവളുടെ 6 വയസ്സുള്ള കുട്ടിയുടെ കാര്യം നോക്കേണ്ടതുകൊണ്ട് അവൾ അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ സമയം കടന്നുപോയി. അങ്ങനെ സേഠ്ജിയുടെ ഭാര്യ രാഗിണിയോട് ഒരു ദിവസം പറഞ്ഞു, രാഗിണി, എനിക്ക് നല്ല പുളിയും എരിവുമുള്ള ചട്പട്ടയായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ? നിനക്കറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ഓക്കെ ചേച്ചി, എനിക്കൊരു 1/2 മണിക്കൂർ സമയം താ, ഞാൻ അത് ഉണ്ടാക്കിത്തരാം. സോയാ ചപ്സും റൊട്ടി ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം. രാഗിണി അടുക്കളയിൽ പോയി റൊട്ടിയും സോയാ ചപ്സും ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ റൊട്ടിയും സോയാ ചപ്സും റെഡിയായി കഴിഞ്ഞു. സമയം പോയി 9 മണിയായി.
അങ്ങനെ സേഠ്ജി വന്നപ്പോൾ രാഗിണി വീട്ടിലേക്ക് പോയി. അങ്ങനെ സേഠ്ജിയും ഭാര്യയും സോയാ ചാപ്സും റൊട്ടിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വാവ്, രാഗിണി ഇന്ന് വളരെ നല്ല ഭക്ഷണമാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. രാഗിണിയുടെ കയ്യിൽ ഇത്രയധികം കൈപുണ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണോ അവൾ ഈ ജോലിക്ക് വരുന്നത്? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. രാഗിണി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ഇതൊരു ബിസിനസ്സായിട്ട് തുടങ്ങാവുന്നേയുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം രാഗിണി സേഠ്ജിയുടെ വീട്ടിൽ വന്നപ്പോൾ സേഠ്ജിയുടെ ഭാര്യ അവളോട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു. പക്ഷെ രാഗിണി കയ്യിൽ പൈസയില്ലെന്ന് പറഞ്ഞ് അതിന് സമ്മതിച്ചില്ല. അങ്ങനെ സേഠ്ജിയും ഭാര്യയും കൂടി കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ പോകെ പോകെ രാഗിണിയുടെ ബിസിനസ്സും വലുതാകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, രാഗിണി പെങ്ങളെ, നിങ്ങൾ സോയാ ചാപ്പും റോട്ടിയും വളരെ നന്നായിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയോ, ഇപ്പൊ നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി റോട്ടിയും സോയ ഉണ്ടാക്കുന്ന ആളെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും മറ്റു ഗ്രാമങ്ങളിൽ നിങ്ങളെ പറ്റിയാണ് ചർച്ച മുഴുവൻ. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പെട്ടിക്കട മാറ്റിയിട്ട് ഒരു ദാവതയാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ചേട്ടാ. ഇപ്പൊ എനിക്ക് നല്ല വരുമാനവും ഉണ്ട്. പക്ഷെ ഇതെനിക്ക് ഇനിയും വലുതാക്കുന്നതിന് മുന്നേ എനിക്കൊരു കടം തീർക്കാനുണ്ട്. ഇത്രയും പറഞ്ഞ് രാഗിണി അന്നത്തെ ദിവസം കുറച്ച് പൈസയും എടുത്ത് സേഠ്ജിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ആ പൈസ വളരെ സന്തോഷത്തോടെ അവരെ ഏൽപ്പിച്ച് അവരുടെ നന്ദി പ്രകടിപ്പിക്കുന്നു. അവളുടെ ഈ വിജയം കണ്ട് സേഠ്ജിക്കും ഭാര്യയ്ക്കും വളരെ സന്തോഷമായി. അതുപോലെ സേഠ്ജിയുടെ ഭാര്യ വളരെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിക്ക് ജന്മവും നൽകി. അങ്ങനെ രാഗിണിയുടെ സോയാ ചാപ്സും റൊട്ടി ബിസിനസ്സും അതുപോലെ തന്നെ ഫേമസുമായി. രാഗിണിയുടെ ജീവിതം എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയാത്തത്ര ഉയരത്തിൽ കൂടിയായിരുന്നു. എനിക്ക് മാങ്ങ അച്ചാറിന്റെ മണം വരുന്നുണ്ട്. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. എത്ര നേരമായിട്ടാ ഈ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നത്? ചപ്പാത്തി ഇനി എപ്പോ വരുമോ എന്തോ. അമ്മ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പം മോളെ വിളിക്കാവേ. നിഹാരിക്ക മോളെ, ഭക്ഷണം റെഡിയായെങ്കിൽ കൊണ്ടുവാ മോളെ. വിശപ്പ് കാരണം വയറിന്റെ അകത്ത് ഒരുമാതിരി ബുദ്ധിമുട്ടാണേ. ആ അമ്മ, 2 മിനിറ്റ് ഇപ്പൊ കൊണ്ടുവരാം. നിഹാരിക്ക 2 മിനിറ്റ് കൊണ്ട് ഭക്ഷണമൊക്കെ വിളമ്പും. ഡൈനിങ് ടേബിളിൽ 7 പേരുണ്ട്. അമ്മായിയച്ഛന്റെ അമ്മ, അതുപോലെ രാംദീൻ, അമ്മായിയമ്മ സാവിത്രി, അർജുൻ, വിശാൽ, നാത്തോൻ സിമ്രൻ, ഭർത്താവായ അഭിഷേക്. അവർക്കെല്ലാവർക്കും 10 ചപ്പാത്തി അവിടെ വിളമ്പി വെച്ച് അവള് വീണ്ടും അടുക്കളയിലിട്ടു പോകും. അപ്പോഴേക്കും ചപ്പാത്തി തീർന്നു. മരിമോളെ, ചപ്പാത്തി കൊണ്ടുവാ. അവിടെ എന്ത് ചെയ്യുവാ? എന്റെ ദൈവമേ, ഇത് എന്തുവാ ഇത്? ഇവരുടെ വയറിലെന്താ കൊക്കപ്പുഴുവോ? മെഷീനൊന്നും അല്ലല്ലോ, ഞാൻ മനുഷ്യനല്ലേ. നിഹാരിക എന്നിട്ടും സ്പീഡിലാണ് ചപ്പാത്തി ഉണ്ടാക്കണത്. എന്നിട്ടും അവിടെ തികയാതെ തന്നെ വരും. മോളെ, ഇത് എന്തുവാ? ഒരു ചപ്പാത്തിക്ക് വേണ്ടി എത്ര നേരമാ ഞങ്ങള് കാത്തിരിക്കുന്നേ. അമ്മ, ഞാൻ എത്ര വേഗത്തിലാ ചെയ്യുന്നത് കാണുന്നില്ലേ? എന്നിട്ടും അവിടെ ചപ്പാത്തി തികയുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നാളെ തൊട്ട് ഞാൻ കുറെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറവും വരില്ലല്ലോ. ഇല്ല മോളെ, തണുത്ത ചപ്പാത്തി തിന്നാൻ വയ്യ. ചപ്പാത്തി ചൂടോടെ കഴിച്ചാലേ രസമുള്ളൂ. അമ്മ, ചൂട് കഴിക്കണമെങ്കിൽ ഒന്ന് കാത്തിരുന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തണുത്ത ചപ്പാത്തി കിട്ടൂ. എവിടെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും ചൂടത്ത് ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നില്ലേ, അതേ എനിക്ക് പറ്റൂ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര മടിച്ചികളാണെന്നാ എനിക്ക് മനസ്സിലായത്. ഇത്തിരി ഒന്ന് ചൂട് കെട്ടിയ അപ്പോഴത്തേക്കും വയ്യാണ്ടാവൂ ഇവർക്ക്. ആ, കുഴപ്പമില്ല മോള്, നീ ചെയ്യണ്ട. നിന്നെക്കൊണ്ട് പറ്റത്തില്ലെങ്കി വിട്ടേരെ. നാളെ തൊട്ട് ഞാനും സാവിത്രി ഉണ്ടാക്കിക്കോളാം കേട്ടോ. എന്തേ സാവിത്രി, ശരിയല്ലേ? അതിനെന്താ അമ്മ, നാളെ തൊട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നാളെ മോളെ നീ കറി ഉണ്ടാക്കി വെച്ചാ മതി. ശരി, അമ്മയ്ക്ക് തോന്നുന്നത് പോലെ. അടുത്ത ദിവസം നിഹാരിക്ക അത് തന്നെ ചെയ്യും. കറിയും സാലഡും ഒക്കെ തയ്യാറാക്കും. അതിന്റെ കൂടെ ഗോതമ്പും കുഴച്ചു വച്ചേക്കും. അമ്മ, ഞാൻ എന്റെ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അവര് 2 പേരും കൂടെ ചപ്പാത്തി ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി. ചൂടുകാലത്ത് ഇത്രയും പേർക്ക് ചപ്പാത്തി ഉണ്ടാക്കി അവരുടെ അവസ്ഥ വളരെ കുഴപ്പത്തിലായി. ചൂടെടുത്ത് അവര് അമിഞ്ഞുപോയി. അയ്യോ എന്റെ ദൈവമേ, ഈ ചൂടെന്നെ അങ്ങോട്ട് എടുക്കുവോ? ഇത്രയും വിയർത്തിട്ടില്ല ഞാൻ മല കയറുമ്പോ പോലും. ഈ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ വിയർത്തു. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഈ വയസ്സാങ്കാലത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ. സാവിത്രി, നീ തന്നെ ഉണ്ടാക്കിക്കോ. അങ്ങനെ മുത്തശ്ശി 2-3 ചപ്പാത്തി ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് പോകും. അങ്ങനെ സാവിത്രി ഒറ്റയ്ക്ക് ചപ്പാത്തി പരത്തും. പക്ഷെ ചൂടത്ത് അവളുടെ അവസ്ഥയും മോശമായി. എങ്ങനെയൊക്കെയോ ചപ്പാത്തി ഉണ്ടാക്കി അവള് പുറത്തേക്ക് വരും. എന്റെ ദൈവമേ, ഇന്ന് അടുക്കള കയറിയപ്പോ ഞാൻ പരലോകം കണ്ടില്ലെന്ന് വേണം പറയാൻ. ദൈവമേ, എനിക്കൊട്ടും പറ്റുന്നില്ലല്ലോ. മരിമോളെ, നാളെ തൊട്ട് നീ തന്നെ ചപ്പാത്തി ഉണ്ടാക്ക്. ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഒരു ദിവസം കൊണ്ട് ഇവരുടെ കാര്യം കഴിയുന്നെന്ന് തോന്നുന്നു.
അടുത്ത ദിവസം നിഹാരിക കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തണുത്ത ചപ്പാത്തി കഴിക്കേണ്ടി വന്നു. കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? എന്തായാലും മോളെ, ചൂട് ചപ്പാത്തിക്കുള്ള രുചി ഈ തണുത്ത ചപ്പാത്തിക്കില്ല. ഓഹോ, അമ്മയാണെങ്കിൽ ചൂട് ചപ്പാത്തിയുടെ പുറകെ തന്നെ നടക്കുവാണല്ലോ. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം, നിഹാരിക മോളെ, ഇന്ന് വൈകുന്നേരം വിമലയുടെ വീട്ടിൽ പൂജയുണ്ട്. അത് കഴിഞ്ഞ് അവിടെയാണ് ഭക്ഷണമൊക്കെ എന്ന്. അതുകൊണ്ട് ഒരുങ്ങി നിൽക്കണേ നീയും. വിമല ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിച്ച് പറഞ്ഞു മരുമോളെയും കൂട്ടിക്കൊണ്ടു വരണമെന്ന്. വിമല ആന്റീനയ്ക്ക് നന്നായിട്ട് അറിയാം, പിശക്കിന്റെ അങ്ങ് അറ്റവാ. പാചകക്കാരെ വിളിച്ചു കാണത്തില്ല, അതുകൊണ്ടായിരിക്കും എന്നെ സഹായത്തിന് വിളിക്കണേ. ഇവിടെയും ഞാൻ നരകത്തിൽ തന്നെയാ. ഇനി അവിടെ പോയിട്ട് ഞാൻ കൂടുതൽ പണി ചെയ്യണം. ഇതൊക്കെ ആലോചിച്ചാണെങ്കിലും നിഹാരിക ആ പൂജയ്ക്ക് പോവുകയൊക്കെ ചെയ്യും. വിമലയുടെ മരുമകൾ സോണിയ എല്ലാവരോടും പറയും, എല്ലാരും ഇവിടെ ഇരുന്നോളൂ, ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാവേ. സോണിയ, ഞാനും കൂടെ അടുക്കളയിലോട്ട് വരട്ടെ. ഭജന പാടി പാടി എനിക്കും വയ്യാണ്ടായി. നിനക്ക് സഹായം വേണമെങ്കിൽ ഞാൻ വരാട്ടോ. അയ്യോ വേണ്ട, അതിന്റെ ആവശ്യമില്ല. മട്ടർ പനീറും ദാലും പായസമൊക്കെ റെഡിയാ. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയാ മതി, അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കോളാം. ഉറപ്പാണോ? അതേന്നേ, ഞാനിപ്പോ സെറ്റാക്കാം. സോണിയ എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരുത്തും. അവൾ എല്ലാവർക്കും ചൂട് ചൂട് ചപ്പാത്തി വിളമ്പാനും തുടങ്ങും. ചപ്പാത്തി വിളമ്പുന്ന സ്പീഡ് കണ്ടപ്പോൾ സാവിത്രി അവളോട് പറയും, വിമലയുടെ മരുമകള് കൊള്ളാലോ, എത്ര പെട്ടെന്നാ ഉണ്ടാക്കുന്നേ. കണ്ടില്ലേ എത്ര വേഗത്തിലാണ് ചൂട് ചൂട് ചപ്പാത്തി എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവിടെ ആരും വിശന്നിരിക്കുകയില്ല. എല്ലാവരുടെ പാത്രത്തില് ചൂട് ചൂട് ചപ്പാത്തിയാന്നേ. കാര്യം ശരിയാണല്ലോ. അല്ല, ഇവളെങ്ങനെ ഇത് ചെയ്യുന്നത്? എനിക്ക് വീട്ടുകാർക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് തന്നെ പ്രാന്താവുമല്ലോ. അടുക്കളയിലൊന്ന് പോയി നോക്കാം, അവൾ ഇതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. സോണിയുടെ അടുക്കളയിൽ പോയി നിഹാരിക നോക്കുമ്പോ ആകെപ്പാടം ഞെട്ടി അങ്ങ് പോയി. ഗോതമ്പും അവന്റെ ഉരുള വലുത്. എന്നിട്ടത് വലിയ രീതിയിൽ പരത്തി അങ്ങ് എടുത്തു. എന്നിട്ടൊരു പാത്രം എടുത്ത് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റിവെച്ചു. അതിന്റെ മേൽക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് എല്ലാത്തിനെയും അങ്ങ് പരത്താൻ തുടങ്ങി. അതുകൊണ്ട് 10 ചപ്പാത്തി ഒരുമിച്ച് പരത്തി കിട്ടി. എന്നിട്ടൊരു വലിയ തവയ്ക്കകത്ത് 10 ചപ്പാത്തി ചുട്ടെടുത്തു. അല്ല, ഇതെങ്ങനെയാ സോണിയ? ഇതെന്ത് ഐഡിയ ആണ്? മാഡം, ഇതൊരു ഐഡിയ ആണ് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള. നീ നല്ല സ്മാർട്ടായിട്ടുള്ള ആള് തന്നെ. ഇതാണ് എന്റെ ട്രിക്ക്. ഇതുകൊണ്ട് നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് 10 ചപ്പാത്തി ഉണ്ടാക്കാം. ഇത് വലിയൊരു ട്രിക്ക് തന്നെയാ. നാളെ തൊട്ട് എന്റെ വീട്ടിൽ ഞാൻ ഇത് ചെയ്യും. അടുത്ത ദിവസം കൊണ്ട് അവളും ഈ ട്രിക്ക് ഉപയോഗിച്ചു. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒറ്റ സമയത്ത് ഇരിക്കുമ്പോൾ, ഇതെന്താ മോളെ, ഇന്ന് നീ ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ? ഇന്ന് തൊട്ട് അമ്മയ്ക്ക് ചൂട് ചൂട് ചപ്പാത്തി 10 സെക്കൻഡിനുള്ളിൽ കിട്ടുമല്ലോ. എന്തേ, നിന്റെ കയ്യിൽ വല്ല മാജിക് ഉണ്ടോ? അങ്ങനെയൊക്കെ കരുതിയാ മതി. നിഹാരിക പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയി സോനിയ ചെയ്ത പോലെ തന്നെ ഗോതമ്പ് മാവിന്റെ വലിയ ഒരു ഉരുള ഉണ്ടാക്കി വെക്കും. അതേ ട്രിക്ക് ഉപയോഗിച്ച് അവള് ചൂട് ചൂട് ചപ്പാത്തി ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ 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 ഇത് നിങ്ങളുടെ. ഇത് കൊള്ളാലോ മോളെ, ഒറ്റയടിക്ക് 10 ചപ്പാത്തി ഉണ്ടാക്കുന്ന ആളായോ? പക്ഷെ അവര് ചപ്പാത്തി കഴിച്ചപ്പോ പാതി വെന്തതൊക്കെ ആയിരുന്നു. മോളെ, നീ ഞങ്ങളെ എന്തിനാ പച്ചമാവ് തീറ്റിക്കുന്നേ? വീട്ടിലെ ഗ്യാസ് തീർന്നു പോയോ? മോളെ സത്യ, ഇത് വെന്തിട്ടില്ല മോളെ. അമ്മ ചൂട് ചൂട് ചപ്പാത്തി വേണം, പച്ച ചവക്കരുത് എന്നൊക്കെ പറഞ്ഞ കുറച്ചൊക്കെ കോംപ്രമൈസ് എവിടെയെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ചൂട് ചൂട് ചപ്പാത്തി വേണമെങ്കിൽ ഇങ്ങനെ കിട്ടുള്ളൂ. നിഹാരിക്കയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇപ്പൊ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ആ ചപ്പാത്തി ഒന്ന് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. Thanks for watching.